നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലയാളി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ്. വോട്ട് എണ്ണലാണ്. വോട്ടെണ്ണി തുടങ്ങി. എന്തായാലും ഈ മണിക്കൂറുകൾ, അതായത് ഒരു 8:45 വരെയുള്ള സമയം വരെ എന്തൊക്കെയാണ് സാധ്യതകൾ, സൂചനകൾ, കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പങ്കുവയ്ക്കാനുള്ളത്. പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. NDA 5 സീറ്റിൽ മുന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ്. കോട്ടയത്തേക്ക് വരുമ്പോൾ അവിടെ UDF ട്രെൻഡ് ഉണ്ട്. മാത്രമല്ല ആറന്മുളയിലേക്ക് വരികയാണെങ്കിൽ അവിടെ വീണ ജോർജ് പിന്നിലാണ്. നിലവിലെ സിറ്റിംഗ് MLA മാത്രമല്ല മന്ത്രി കൂടിയാണ് വീണ ജോർജ്. അവിടെ പിന്നിലാണ് അവസ്ഥ. എന്തായാലും ഈ ഒരു രാജീവ് ചന്ദ്രശേഖർ, നേമത്ത് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ V ശിവൻകുട്ടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാണുന്നത്. അതായത് നേമത്ത് എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. ഒരു സമയത്ത് V ശിവൻകുട്ടി ആയിരിക്കും ലീഡ്, മറ്റൊരു സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ലീഡ്. ഇത്തരത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേമത്തെ സ്ഥിതി. എന്തായാലും നിലവിൽ ഉള്ള ഒരു പാർട്ടി വൈസ് നോക്കുകയാണെങ്കിൽ UDF 35, CPM 26, BJP 5 ഇടത്താണ് ലീഡ് നേടിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പാർട്ടികളൊക്കെ ചിലയിടങ്ങളൊക്കെ ലീഡ് നേടുന്നുണ്ട്. എന്തായാലും പോരാട്ടം കടുക്കുകയാണ്. UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. 5 ഇടത്ത് NDA മുന്നിൽ നിൽക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ നമ്മൾ ഉറ്റുനോക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലേക്ക് ചെന്നാൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ കടകംപള്ളി സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് വരാനുള്ളത്. മഞ്ചേശ്വരത്ത് പോവുകയാണെങ്കിൽ അവിടെ K സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്തയാണ്. നേമത്ത് ചാഞ്ചാടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവരെ കിട്ടുന്ന പോസ്റ്റൽ വോട്ടുകളൊക്കെ എണ്ണുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്രകാരമാണ് നിലവിലെ സ്ഥിതി ആയിരിക്കുന്നത്. G സുധാകരൻ 17 വോട്ടുകൾക്ക് മുന്നിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് അമ്പലപ്പുഴ. നമുക്കറിയാം അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായി. പ്രത്യേകിച്ച് G സുധാകരൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ G സുധാകരൻ 17 വോട്ടുകൾക്ക് മുന്നിലാണ്. എങ്ങനെയാണ് സ്ഥിതി എന്നത് മറിയുമോ എന്നതൊക്കെ ഇനി വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തും ഒരു ശക്തിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. കോൺഗ്രസിൻ്റെ CP ജോണാണ് മുന്നിൽ നിൽക്കുന്നത്. LDFിന് വേണ്ടി സുധീർ കരമനയാണ്. അതുപോലെ തന്നെ BJPക്ക് വേണ്ടി കരമന ജയനാണ്. അപ്പോൾ എന്തായാലും അവിടെ ഇപ്പോൾ CP ജോൺ UDF സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 11 വോട്ടുകൾക്ക് മുന്നിലാണ് നിലവിലെ സ്ഥിതി. അതായത് ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് അദ്ദേഹം മുന്നിലാണ് നിൽക്കുന്നത്. കോട്ടയത്ത് പോവുകയാണെങ്കിൽ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 12 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. കോട്ടയത്തെ സ്ഥിതിയൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും അവിടെയും UDF തരംഗമാണ് നിൽക്കുന്നത്. ഒരു കോട്ടയത്ത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം UDF ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിനിടയിൽ ചില അസ്വാഭാവിക സംഭവങ്ങൾ കൂടി ഉണ്ടായി. കളമശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ കളമശ്ശേരിയിൽ സ്ട്രോങ് റൂമിൻ്റെ താക്കോൽ കാണാനില്ലാത്ത അവസ്ഥയുണ്ടായി. പൂട്ട് പൊളിച്ച് സ്ട്രോങ് റൂം തുറന്ന് വോട്ടെണ്ണൽ ആരംഭിക്കുക എന്ന ഒരു നീക്കത്തിലായിരുന്നു ഈ ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നത്. കളമശ്ശേരി, വൈപ്പിൻ, കൊച്ചി, എറണാകുളം, തൃപ്പൂണിത്തുറ, തൃക്കാക്കര മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് കളമശ്ശേരി കുസാറ്റിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്നത്. അവിടുത്തെ താക്കോലാണ് കാണാതായത്. വോട്ടെണ്ണൽ ഹാളിലേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർ, സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ എന്നിവർക്കെല്ലാം QR കോഡ് പതിച്ച തിരിച്ചറിയൽ കാർഡാണ് ഇത്തവണ നൽകുന്നതെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. മുൻപ് കാസർഗോഡ് മണ്ഡലത്തിൽ നടപ്പാക്കിയ മാതൃകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടപ്പാക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റി വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം എന്നല്ല, ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഭരണമാറ്റമാണോ, ഭരണ തുടർച്ചയാണോ, ആരാണ് ഇനി ഭരിക്കാൻ പോകുന്നത്, അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പോൾ UDF ക്യാമ്പിലൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. എക്സിറ്റ് പോളൊക്കെ അവർക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ ആയിരിക്കുന്നത്, UDF പാളയമായിരിക്കുന്നത്. ഭരണ തുടർച്ച ഉണ്ടാകുമോ, ഭരണം കയ്യിൽ നിന്ന് പോകുമോ എന്നൊരു ചെറിയൊരു ആശങ്ക ഇടതുപാളയത്തെയും വേട്ടയാടുന്നുണ്ട്. താമര വിരിയിക്കാനാകുമോ എന്നൊരു ഉത്കണ്ഠ BJP പാളയത്തിലുമുണ്ട്. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ഏറ്റവും ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് വിവരങ്ങൾ കൂടി നമുക്ക് വരുന്നുണ്ട്. ഹരിപ്പാട് നോക്കുകയാണെങ്കിൽ ഹരിപ്പാട് നമുക്കറിയാം രമേശ് ചെന്നിത്തലയൊക്കെ മത്സരിക്കുന്ന ഇടമാണ്. ഹരിപ്പാട് 1ാം റൗണ്ടിൽ 536 വോട്ടിന് രമേശ് ചെന്നിത്തല മുന്നിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പാലായിൽ UDF ആണ് 236 സീറ്റുകൾക്ക് മുന്നിൽ നിൽക്കുന്നത്. UDFിൻ്റെ മാണി C കാപ്പനാണ് പാലായിൽ മുന്നിട്ട് നിൽക്കുന്നത്. മഞ്ചേശ്വരത്ത് NTA 112 ലീഡുണ്ട്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ജയിക്കുമെന്ന ചില പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ ലീഡ് പിടിക്കുന്നുണ്ട് NDA. കാസർഗോഡ് NDA ആണ് ലീഡ് പിടിക്കുന്നത്. 64 വോട്ടുകളുടെ ലീഡാണ് കാസർഗോഡുള്ളത്. ഉദുമയിൽ നോക്കുകയാണെങ്കിൽ LDF ആണ് അവിടെ ലീഡ്. 230 ലീഡുണ്ട് ഉദുമയിൽ. കാഞ്ഞങ്ങാട് നോക്കുകയാണെങ്കിൽ LDF 208 ലീഡുണ്ട്.
തൃക്കരിപ്പൂരിലും LDF ആണ് 214 വോട്ടിൻ്റെ ലീഡുണ്ട്. അപ്പോൾ വോട്ടുകളൊക്കെ എണ്ണി തുടങ്ങിയപ്പോൾ നിലവിലെ ഒരു സാഹചര്യം ഇത്തരത്തിലാണ്. എന്തായാലും ജനവിധി കാത്താണ് നമ്മുടെ കേരളം. അതുപോലെ തന്നെ കേരളത്തിനോടൊപ്പം തന്നെ തമിഴ്നാടും അസ്സാമും പുതുച്ചേരിയും പശ്ചിമ ബംഗാളിലുമൊക്കെ വോട്ടെണ്ണുകയാണ്. നമ്മൾ ഈ ഒരു നിമിഷം വരെ നോക്കുമ്പോൾ തമിഴ്നാട്ടിലൊരു ഭരണ തുടർച്ചയാണ് കാണുന്നത്. പശ്ചിമ ബംഗാളിലൊരു ഭരണമാറ്റത്തിൻ്റെ സൂചനകൾ കാണുന്നുണ്ട്. അപ്പോൾ UDF ഇനി കേരളത്തിലെ സ്ഥിതി എന്താണ് എന്നറിയാൻ ഇനിയും നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ വേണ്ടി തപാൽ വോട്ടിൽ എന്തായാലും LDFും UDFും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇനി മെഷീനിലെ വോട്ടുകൾ എണ്ണുമ്പോൾ എങ്ങനെയാണ് സ്ഥിതി എന്ന കാര്യത്തിലാണ് ഒരു ആശങ്കയുള്ളത്. അപ്പോൾ നിലവിൽ എന്തായാലും രാഷ്ട്രീയ കേരളത്തിലെ നെഞ്ചെടുപ്പ് ഏറുകയാണ്. മണിക്കൂറുകൾക്കകം തന്നെ നമുക്കത് അറിയാം. ആ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങോട്ടാണ് കേരള ജനത ഇത്തവണ ചിന്തിച്ചത്, എങ്ങോട്ടാണ് കേരളം ജനത ഇത്തവണ ചാഞ്ഞത് എന്നത് മണിക്കൂറുകൾക്ക് അകം അറിയാൻ സാധിക്കും. 43 ഇടങ്ങളിലായി 140 കേന്ദ്രങ്ങളാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്നത്. അതുപോലെ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. 4 സീറ്റിൽ NT ആണ് ലീഡ് ചെയ്യുന്നത്. 5 എന്നത് 4 കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല EVM മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങി. 9 മണിയോടെ ആദ്യ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും. ഉച്ചയോടെ പൂർണ്ണമായൊരു ചിത്രം തെളിയും. ഫലം തത്സമയം അറിയാൻ പാർട്ടി ആസ്ഥാനങ്ങളിൽ LED വാളുകൾ അടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. അവർ നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. പിണറായിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇരുന്നാണ് അദ്ദേഹം ഈ റിസൾട്ട് അറിയുക. ബാക്കി UDFും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ തലസ്ഥാനത്തുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഫലപ്രഖ്യാപനം പൂർത്തിയാകുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. പറവൂർ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് തുടക്കം മുതൽ ലീഡ് ചെയ്യുന്നത്. പാലക്കാട് ശോഭ സുരേന്ദ്രനാണ് ആദ്യ ലീഡ്. മഞ്ചേശ്വരത്തും NT ആണ് മുന്നിൽ. നേമത്ത് ശിവൻകുട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അദ്ദേഹം. തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥി രാജൻ പാലനാണ് മുന്നിൽ. തിരുവനന്തപുരം മണ്ഡലത്തിൽ CP ജോണാണ് ലീഡ്. അങ്കമാലിയിൽ റോജി M ജോണാണ് ലീഡ്. തൃത്താലയിൽ VT ബൽറാം ആണ് മുന്നിൽ. തൃക്കാക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് ആണ് ലീഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ പ്രവചനാതീതമാണ്. ഓരോ സമയം ഓരോന്നും മാറി മറിയുന്നുണ്ട്. നമുക്ക് ഈ നിമിഷങ്ങളൊക്കെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസത്തിൽ UDF ആയിരിക്കുന്ന ആത്മവിശ്വാസം തുണയ്ക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഭരണ തുടർച്ചയുണ്ടാകുമോ, ഇനി ഒരു 5 വർഷം കൂടി ഭരിക്കാൻ കേരളം അനുവദിക്കുമോ LDFിനെ എന്നത് ഒരു ചോദ്യമായി നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു 8:45 വരെയുള്ള സമയം കിട്ടുന്ന വിവരങ്ങൾ ഇതാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് JCT ഇസ്ലാം കോംപ്ലക്സിന് മുന്നിൽ കൗണ്ടിങ്ങിനകത്ത് കയറാനുള്ള ഒരു നീണ്ട നിരയുണ്ടായ സാഹചര്യം ഉണ്ടായി. കളമശ്ശേരിയിൽ സ്ട്രോങ് റൂമിൻ്റെ താക്കോൽ കാണാനില്ലാത്ത സംഭവം ഉണ്ടായി. എന്തായാലും നമ്മൾ കുറച്ച് നേരം കൂടി കാത്തിരിക്കുന്ന ഒരു വ്യക്തമായ ഒരു ചിത്രം കിട്ടാൻ വേണ്ടി കുറച്ച് നേരവും കൂടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.